ഹലോ. അപ്പോ എല്ലാരും ഇന്നത്തെ നമ്മുടെ പ്രമോ കണ്ടിട്ടിരിക്കുന്നവരായിരിക്കും. ആ ഒരു സംഭവം ഇന്ന് നമ്മുടെ ലൈവില് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ അതെ, അതായത് വളരെ മോശമായ കാര്യങ്ങളാണ് ലൈവ് നടക്കുന്നത്. നമുക്കത് ലൈവ് കാണാൻ കൂടി തോന്നുന്നില്ല, ഒരു അറപ്പ് തോന്നുവാണ് ലൈവ് കാണാൻ തന്നെ. ലൈവ് എന്ന് പറയാൻ പറ്റൂല. അനു എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻസ് അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം കുറെ PR-ഉം ഫാൻസും അനുവിന് ഭയങ്കര സപ്പോർട്ടും ഒക്കെ ആയിട്ട് ഞാൻ കണ്ടിരുന്നു. അനുവിന്റെ ഭാഗത്തും ശരിയുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അല്ലാത്തുള്ള കാര്യങ്ങളിൽ. പക്ഷെ ഇന്ന് എടുത്തിട്ട് കളിച്ച ആ ഒരു ഗെയിം ഉണ്ടല്ലോ, അത് വളരെ 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 ചീപ്പായി പോയെന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതെ അതെ, അതായത് വൃത്തികെട്ട കാര്യങ്ങളാണ് പറയുന്നത് മൊത്തം. അതായത് അനുവിന്റെ ഗെയിം ഒരു സ്ട്രാറ്റജി നമുക്ക് ഒരുവിധമൊക്കെ അറിയാം. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആണ്, കരയുന്നതുണ്ട്, പിന്നെ കുറെ ക്യൂട്ട്നെസ് വാരിയൊക്കെ. അല്ല, അയ്യോ, ഒറ്റപ്പെടലൊക്കെ മാറ്റി കണ്ടില്ലേ? ഈ വൈൽഡ് കാർഡ് വന്ന് പറഞ്ഞതിന് ശേഷം അനുവിന്റെ ആ ഒരു ചേഞ്ച് നിങ്ങൾ ആരും കാണുന്നില്ല. ഗെയിം മാറ്റി, പക്ഷെ ഇതൊരു വളരെ വൃത്തിയായിട്ട ഗെയിമായി പോയി. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഇപ്പൊ ലൈവില് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് അനു പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ആര്യനും ഗിസയിലും തമ്മില് ബെഡില് ഒരുമിച്ച് കിടക്കുന്നുണ്ട്, അവർ പുതപ്പിനടിയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നായിരുന്നു നമ്മുടെ അനുവിന്റെ ഒരു ആരോപണം. അപ്പൊ അതിന് മുന്നായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇത് നമുക്ക് സത്യമാനം വന്ന് പറയാൻ തന്നെ ഒരു നാണക്കേടാണ്. ഞങ്ങൾ ഇത് വീഡിയോ ചെയ്യേണ്ടെന്ന് പറഞ്ഞിരുന്നതാ. കാരണം എന്ത് വന്ന ഇതിനെ കുറിച്ച് പറയുന്നത്, ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട്. അതായത് ഇതൊരു റിയാലിറ്റി ഷോ ആണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് വലിയൊരു റിയാലിറ്റി ഷോ ആണ്. അതായത് നമ്മുടെ നോർമലി വേൾഡ് വൈഡ് ഉള്ള ഒരു വലിയൊരു റിയാലിറ്റി ഷോ ആണ്. അതിൽ വരുന്ന കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് റിയാലിറ്റി ചിലവര് ഫേക്ക് ആയിട്ട് കാണിക്കുന്നുണ്ട്, ചിലർ നല്ല റിയൽ ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പലരും പല ഗെയിം എടുക്കുന്നുണ്ട്, പല ഗെയിം സ്ട്രാറ്റജി എടുക്കുന്നുണ്ട്, പലതും എടുക്കുന്നുണ്ട്. പക്ഷെ എന്ന് പറയുന്നത് അനു എന്ന വ്യക്തി ഇപ്പൊ ഗെയിം കളിക്കുന്ന രീതികൾ നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു രീതിയാണ്. അതായത് ഇപ്പം ആര്യനാണെങ്കിലും ഗിസയിലാണെങ്കിലും അവർ ഒരുമിച്ച് കിടക്കുന്ന, അവരൊക്കെ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ വന്നവര്. പഞ്ചാബിലാണെങ്കിലും മറ്റേ മുംബൈയിലാണ് കണ്ടാന്ന് തോന്നുന്നു അല്ലേ, മുംബൈയിലാണ്, മോഡലാണ്. ഇപ്പൊ അവരൊക്കെ വളർന്നു വന്ന് ഇപ്പം നമ്മൾ വെളിയിലൊക്കെ കണ്ടിട്ടുണ്ട്, ബോയ്സും ഗേൾസും ഒക്കെ ആണെങ്കിൽ ഒരുമിച്ചുള്ള മിക്സഡ് ഹോസ്റ്റലിലൊക്കെ ശരിക്കും ഉള്ളതാണ്, ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്, അതല്ലേ തന്നെ ബിഗ് ബോസിൽ ഒരുമിച്ച് കിടക്കുന്നത് ഒരു തെറ്റൊന്നുമില്ല. ഒരുമിച്ച് അവരൊരു ബെഡ് ഷെയർ ചെയ്യുന്നെന്നും പറയുന്നത് ഇത്ര ക്യാമറയുടെ മുമ്പിലാണ് അവർ ഷെയർ ചെയ്യുന്നത്, തെറ്റല്ല. അപ്പൊ ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അനു അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ആര്യൻ പറയുന്നുണ്ട് തിരിച്ചു പറയൂ, എന്താ സംഭവം എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയൂ എന്ന് പറയുമ്പോൾ അനു പറയുന്നത്, അനു കാണുന്നുണ്ട് അവിടെ ആര്യനും ഗിസയിലും കൂടെ ഒരുമിച്ച് ബെഡിൽ കിടക്കുന്നു. അപ്പൊ അവര് ചോദിക്കുന്നു കിടന്നിട്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അനു പറയുന്നുണ്ട് കിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ചോദിക്കട്ടെ, കിസ് ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ഒരു ആണും പെണ്ണും തമ്മിൽ കിസ് ചെയ്യാൻ പാടില്ലേ? ഒരു അനുവാദത്തോട് കൂടിയിട്ട് അവർ തമ്മിൽ കിസ് ചെയ്താൽ അതിൽ എന്താണ് തെറ്റ്? അപ്പം അതിൽ വേറൊരു കാര്യം ഉണ്ട് നാരു, ഇപ്പൊ ഈ പുരോഗമനം പറഞ്ഞ് കുറെ പേര് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ തന്നെ ആ വീട്ടിലേക്ക് നമ്മുടെ നൂറേയും ആദിലയും അവരെന്താ കയറിപ്പോയത്? അപ്പൊ അവർ ഒരുമിച്ചല്ലേ കിടക്കുന്നത്? അതിൽ തെറ്റില്ല. ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അതായത് നമ്മൾ ഇന്നത്തെ ഒരു നൂറ്റാണ്ടില് നമ്മളിപ്പം ആശയങ്ങൾ പലതും വികസിതമായുള്ള ആശയങ്ങളാണ്. ഇപ്പോഴത്തെ വളർന്നുകൊണ്ടിരിക്കുന്ന സമൂഹമാണെങ്കിലും ഇപ്പൊ അവർക്കിടയിൽ ഇതൊക്കെ പറയുന്നത് വെറും അരോചകമായിട്ടാണ് തോന്നുന്നത്. അതെ, കാരണം നമുക്കൊരു പ്രതിനിധി ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഈ LGBTQ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് പ്രതിനിധി ആയിട്ടാണ് ഒരു ആദിൽ നൂറ എന്ന് പറയുന്ന ആൾക്കാർ അവിടെ ഉള്ളത്. അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരു ബിഗ് ബോസ് ഷോയിൽ ഒരാണും പെണ്ണും ഒരുമിച്ച് കിടന്ന് കിസ് ചെയ്യുന്നത് ഇത്രയും വലിയ പ്രശ്നമാക്കി കൊണ്ടുവരേണ്ട ഒരു കാര്യം വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല അനു അവിടെ പറയുന്നുണ്ട് സെക്സ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ സെക്സ് ചെയ്തിട്ടില്ല, പക്ഷെ പൊതുപ്പിനടിയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അനു എന്തൊക്കെയോ കണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്നും ക്ലിയർ ആയിട്ട് ആദ്യമേ പറയുന്നു കാണുന്നുണ്ട്. അതായത് അനുവിന്റെ ബെഡിൽ ഇങ്ങനെ സൈഡ് വഴി ഇങ്ങനെ പൊതുപ്പ് മൂടി കിടന്നു കഴിഞ്ഞാൽ ഇവർ ഇത് ചെയ്യുന്നത് അനുവിന് കാണാൻ പറ്റുമെന്ന്. ഫസ്റ്റ് എനിക്കൊരു ചോദ്യമുള്ളത്, പൊതുപ്പിനടിയിൽ നടന്ന കാര്യം അനു എങ്ങനെ ക്ലിയർ ആയിട്ട് നടന്നു? കിസ് ചെയ്തത് ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ അനു എങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നു? പൊതുപ്പിനടിയിൽ നടന്നത് അതെ, കിസ് ചെയ്തതും കണ്ടിട്ടൊന്നുമില്ലല്ലോ. അനു കണ്ടെന്നാ പറയുന്നത്. അല്ല, അതേപോലെ അല്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ എന്താണ് പ്രശ്നം? അനുവിന് ഗെയിം സ്ട്രാറ്റജി ആണോ അത്? അതെ, അത് അവർ ഇൻ കേസ് അവര് കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവരൊരു പുതപ്പിന്റെ അടിയിൽ ഇപ്പൊ അവരും ആണും പെണ്ണുമാണ്, അവരുടെ പ്രൈവസി ആയിട്ടായിരിക്കും അവർ ചെയ്തത്. അതിപ്പോ എടുത്തു വെച്ച് പൊക്കി പറഞ്ഞാൽ പൊതുവെ അതായത് പുറമെ എന്നിട്ടാണ് കിസ് ചെയ്തെങ്കിൽ ഓക്കെ, അവർക്ക് അതൊരു ഗെയിം, ഇതിന്റെ അകത്തുള്ളവർക്കെല്ലാം ഗെയിം തന്നെയാണ്, ഗെയിമായിട്ട് അത് വേണമെങ്കിൽ പറയാം.
എടുക്കാം. അല്ല, മുമ്പും ഇതേപോലെ ഒരുമിച്ച് കിടന്നവരൊക്കെ ഇല്ലേ? ഇപ്പം നമ്മുടെ ഇന്ന് തന്നെ പറയുന്നുണ്ട്, രേണു 3 പേര് കിടക്കേണ്ട ബെഡിലാണ് രേണു കിടന്നത്. അപ്പൊ രേണുവിന്റെ കൂടെ ഇന്നലെ 2 ആൺകുട്ടികളാണ് കിടന്നത്. അപ്പൊ അതെന്താ പ്രശ്നമാക്കാത്തത് അനു? അതെ, അതൊരു പ്രശ്നമാക്കുക. അങ്ങനെയാണ് പ്രശ്നമാക്കണമെങ്കിൽ അതും പ്രശ്നമാക്കണം. പിന്നെ അതേപോലെ തന്നെ അനുവും ശൈത്യം ഒരുമിച്ചാണ് കിടക്കുന്നത്. ഇവിടെ ഓൾറെഡി ലെസ്ബിയൻ കപ്പിൾസ് ഒക്കെ ഉള്ളതാണ്. ഇപ്പൊ അവർക്ക് പറയുകയാണെങ്കിൽ തിരിച്ചും പറയാം, പുതപ്പിനടിയിൽ തന്നെ കിടക്കുന്നത്. അല്ല, വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ പുതപ്പിനടിയിൽ ഓരോന്ന് നടക്കുന്നതൊക്കെ ഒളിഞ്ഞു നോക്കാൻ കുഴപ്പമില്ല കേട്ടോ. അത് നല്ലൊരു സ്വഭാവമാണ് ഈ ഒളിഞ്ഞു നോക്കി കാണുന്നത്. അത് സദാചാരത്തിൽ വരുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം എന്തായാലും വളരെ മോശം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അതിന്റെ ഇടയ്ക്ക് ഈ ജിഷനും അതേപോലെ ലക്ഷ്മിയൊക്കെ പോയിട്ട് അവിടെ എന്താ കാണിക്കണേ? നമ്മുടെ മസ്താനി എന്താ കാണിക്കണേ? അത് തന്നെ, മസ്താനിയും ഇതൊക്കെ ഇതിന് ഇച്ചിരി എരിവും പുളിയും കൂട്ടുന്ന രീതിയിലാണ് തോന്നുന്നത്. ജിഷിൻ എന്തൊക്കെയോ കണ്ടു, വെളിയിൽ നിന്ന് എന്തൊക്കെയോ കണ്ടെന്നൊക്കെ പറയും. ഇല്ല, ഇവിടെ ഇത് അനു വന്നിട്ട് നമ്മുടെ എല്ലാരെയും, അതായത് ഈ ഒരു പ്രശ്നം അവിടെ നടന്നപ്പോ പ്രശ്നം തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ആര്യൻ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ അനുവിനെ കളിയാക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നേ തന്നെ അനു നമ്മുടെ ആദിലെ നൂറെടുത്തും പറയുന്നുണ്ട്, എന്നെ ഇനി ആര്യൻ ചൊറിയാണെങ്കിൽ ഈ കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയും, എന്നെ ചൊറിഞ്ഞിട്ടാ പറഞ്ഞതെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആര്യൻ അവിടെ ഇരുന്ന് എന്തോ ഒന്ന് കളിയാക്കിയ സമയത്ത് അനു, നീ കാണുന്നുണ്ടടാ, നിന്റെ ബെഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ആര്യൻ അത് പറഞ്ഞ, എന്നാ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ ചെയ്തില്ല, നിന്റെ അമ്മ ചെയ്തില്ല, അങ്ങനെ എന്തോ ഒരു വേർഡ് പറഞ്ഞു കേട്ടോ. അത് മോശമായിരുന്നു. അവിടെയൊക്കെ അക്ബറും ആൾക്കാരും ഇരിപ്പുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു അത് മോശമാണ്, നീ പറഞ്ഞത് തെറ്റാണ്. അപ്പൊ ആരും പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു, അവൾ എന്തോ പുതപ്പിനടിയിൽ കണ്ടു എന്ന് പറഞ്ഞോണ്ടാ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ ഇവര് തെറ്റാന്ന് പറഞ്ഞു. അതിന് ആരും സോറിയും പറഞ്ഞു കേട്ടോ. അതായത് ഇവിടെ 2 സൈഡിലും തെറ്റുണ്ട്. അതായത് ആര്യം നല്ല വേർപ്പിക്കുന്നുണ്ട്, നല്ല തെറ്റ് ചെയ്യുന്നുണ്ട്, ഗിസയിലും അതണക്ക് റൂൾസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, നല്ല കുറെ തെറ്റുകളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അനുവിനെ പോലെ ഒരു ഗെയിം ഇതുവരെ ആരും ഇറക്കുന്നില്ല. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാല്, ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ അനു പറയുന്നുണ്ട്, ഇവിടെ നടക്കുന്ന ഞങ്ങൾ കണ്ടു, ഇത് നീയും ഗിസലും തമ്മിൽ പുതപ്പിനടിയിൽ നടക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ ആരും റേസ് ആയിട്ട് വന്നിട്ട് എന്താടി പുതപ്പിനടിയിൽ നടന്നതെന്ന് ചോദിക്കുമ്പോൾ അനു വന്നിട്ട് പറയുന്നുണ്ട്, നിനക്കും ഒരു ജീവിതമുണ്ട്, അതേപോലെ ഗിസലിനും ഒരു ജീവിതം ഉണ്ടെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഇതുവരെ പറയാതിരുന്നത്. പക്ഷെ പുറത്തുനിന്ന് വന്ന്, അതായത് മസ്താനി ഇത് അനുവിന്റെ അടുത്ത് സംസാരിച്ചിരുന്നു, അതുകൊണ്ട് എനിക്കിനി അത് പുറത്ത് പറയാം, പുറത്ത് എല്ലാരും കണ്ട്, പിന്നെ അതുകൊണ്ട് ഞാൻ പറയാണ്, എന്റെ അമ്മയെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കണ്ട പ്രമോലാണ് ആര്യൻ, അതായത് പുതപ്പിനടിയിൽ ഗിസയിലും ഈ ആര്യനും തമ്മിൽ, ഒരാണും പെണ്ണും തമ്മിൽ ചെയ്യാൻ പാടില്ലാത്തതോ എന്തോ സംഭവമാണ് നടക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ആര്യൻ ഈ അടിക്കാൻ പോകുന്നതൊക്കെ നമ്മൾ കണ്ടത് കേട്ടോ. അത് അടിച്ചിട്ടില്ല, ഇങ്ങനെ പോയതേ ഉള്ളൂ, ഇന്ന് ചവിട്ടിയൊന്നും അറിയില്ല, അത് ലോങ് ആംഗിൾ ആയിരുന്നു കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും അനു ഇത് പറയുന്നു, അവിടെ ഭയങ്കര പ്രശ്നമാവുന്നു, അക്ബറൊക്കെ അനുവിനെ എതിർക്കുന്നുണ്ട്, കുറച്ചു പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞാൽ നെവിൻ ആണല്ലോ നമ്മുടെ ക്യാപ്റ്റൻ. നെവിൻ ആണ് എല്ലാരെയും വിളിച്ച് ലിവിംഗ് റൂമിൽ ഇരുത്തിയിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നു. അതായത് അനുവിന് പറയാനുള്ളതും ഓരോരുത്തർക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പറയൂ, കാരണം ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നാളെ ഇത് അവിടേക്കും ഇവിടെയും ഇരുന്ന് ഓരോരുത്തർ പറയണ്ട. അപ്പൊ ഇവിടെ തന്നെ അതിനൊരു ക്ലാരിറ്റി കിട്ടിയിട്ട് ഇവിടെ നിർത്തണം. കിഡിലായിട്ടാണ് കേട്ടോ ഡീൽ ചെയ്തത്. അത് ലൈഫിനെ ബാധിക്കുന്ന കാര്യം. ഓക്കെ, അപ്പൊ അനു വന്ന് നിൽക്കുന്നുണ്ടു. ആദ്യം പറയുന്നു, ഒരാണും പെണ്ണും തമ്മിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് അവിടെ ചെയ്തതെന്ന് അനു പറയുന്നു. അപ്പൊ ഇവര് ചോദിക്കുന്നു എന്താണ് ചെയ്തത്. അപ്പൊ അനു പറയുന്നു അത് പറയാൻ പറ്റില്ല, അത് കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഇവര് ഇത്രയും പറഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് കാണിച്ചേ പറ്റത്തുള്ളൂ, പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ അനു പറയുന്നു 2 പേരും തമ്മിൽ കിസ് ചെയ്തു. ആദ്യമേ ഇതാണ് പറഞ്ഞത്. അപ്പം ഇവര് എല്ലാരും കൂടെ ഓ അതാണോ, അതേ ഉള്ളൂ എന്ന് പറഞ്ഞ ഉടനെ അനു അത് മാറ്റിയിട്ട് അങ്ങനല്ല, അതിലും കൂടുതലുണ്ട്, ഞാൻ കാണുന്നുണ്ട്, പുതപ്പിനടിയിൽ നടന്നതാണ് എന്നും പറഞ്ഞിട്ട് നോക്കുന്നു. അപ്പൊ ഇവര് ഒരുപാട് വട്ടം ചോദിച്ചപ്പോ സെക്സ് ആയിട്ടൊന്നും അല്ല ചെയ്തത്, പക്ഷേ മോശമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു ഡെമോ പോലെയൊക്കെ അനു അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് ഈ ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇത് 3-4 ദിവസമായിട്ട് തുടരുന്നുണ്ട് എന്നാണ് അനു പറയുന്നത്. 13 ദിവസമായിട്ട് തുടരുന്നുണ്ടെന്നാണ് ഇന്നലെ ഷാനവാസിനോടൊക്കെ അനു പറഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മൾ ഇടയ്ക്ക് ലാലേട്ടൻ പോയിന്റ് അന്ന് രാത്രി അനുവിന്റെ കിറ്റ് കാണുന്നില്ല എന്നുള്ളൊരു വീഡിയോ ഈ ആര്യനെയൊക്കെ വിളിച്ച് ചോദിക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. അപ്പോ ഈ ജിഷൻ എണീച്ചിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ അത് കണ്ടതാന്ന് പറയുന്നുണ്ട്. അപ്പോ എല്ലാരും പറയുന്നുണ്ട് അപ്പൊ ഇവര് പുറത്തുനിന്ന് വന്നവരല്ലേ, ഇവര് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഉള്ളതാണല്ലോ എന്ന് പറയുന്നുണ്ട്. അല്ല, അതെന്തോ കണ്ട സീനും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് അനു വന്നിട്ട് കിറ്റ് ഇവര് രണ്ടുപേരും കിടന്നുറങ്ങുക, ആര്യനും. അതായത് ഇവര് ഇങ്ങനെയാണ് അടുത്തടുത്ത് ഇങ്ങനെ തല ചേർന്ന് വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. പെട്ടെന്ന് അനു വന്നിട്ട് പുതപ്പ് അങ്ങോട്ട് മാറ്റിയിട്ട് അതിന്റെ കിറ്റ് എന്ത് നീ എടുത്തോന്ന് നോക്കിയപ്പോ ആര്യൻ അങ്ങോട്ട് ഉറക്കത്തിന്നാണ് കണ്ണുറക്കുന്നത്. നല്ല നമുക്ക് മനസ്സിലാവും, നല്ല ഉറക്കത്തിൽ നിന്നാണ് കണ്ണു. ഇല്ല ഞാൻ എടുത്തിട്ടില്ല എന്നിങ്ങനെ
എന്നിങ്ങനെ പറയുന്ന സീനാണ് കാണുന്നത്. അപ്പോഴും ഗിസയിലും അവിടെ അടി നാളെ നമുക്ക് അതിനെ കുറിച്ച് അന്വേഷിക്കാന്ന് പറഞ്ഞ് ഗിസയിലും പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു സീൻ അതാണ്. പിന്നെ അതൊന്നുണ്ട്, വെളിയിൽ ട്രോൾ വന്നായിരുന്നു, ഒരു പിക്ചറൊക്കെ വെച്ചിട്ട് ഒരു ട്രോളൊക്കെ വന്നായിരുന്നു. അത് നമ്മള് നോർമൽ ടീം ഒരു ട്രോളൊക്കെ വരും, അത് കാര്യമൊന്നും അല്ല. അപ്പൊ ജിഷൻ എണീറ്റിട്ട് പറയുന്നുണ്ട് ഞാൻ കണ്ടതാ. അപ്പൊ എന്ത് കണ്ടെന്ന് ചോദിച്ചപ്പോ അന്നത്തെ ദിവസം ഈ കിൽസ് കാണുന്നില്ലെന്ന് പറഞ്ഞ അനു എണീറ്റപ്പം ഈ സംഭവം കണ്ടതാന്ന് പറയുന്നുണ്ട്. അപ്പോ ഇവര് എന്നിട്ട് ജിഷൻ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാവോ, ഇവര് തമ്മിൽ കിസ് ചെയ്യുന്നത് നമ്മളെ ആരെയും, അതായത് പ്രേക്ഷകരെ ആരെയും ലൈവില് കാണിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാ കാണിക്കാത്തത്? നമ്മൾക്ക് ആർക്കും അത് കാണാൻ പാടില്ല, കാരണം കുടുംബ പ്രേക്ഷകരാണ്. അതുകൊണ്ട് ബിഗ് ബോസ് ടീം ഡയറക്റ്റ് ജിഷിന്റെ അടുത്ത് പറഞ്ഞ രീതിയിൽ ജിഷൻ പറയുന്നത്, നമ്മളാരും അതൊന്നും കണ്ടിട്ടില്ല, ഒരു സീനും കണ്ടിട്ടില്ല. ആകെ കണ്ടത് ഈ ഒരു സീനേ ഉള്ളൂ. ഇവർ കിടക്കുന്നതും ചിലപ്പോ കാണിച്ചിട്ടുണ്ടായിരിക്കും, ഒരുമിച്ച് കിടക്കുന്ന, അല്ലെ വേറൊന്നും തെറ്റായിട്ടോ അല്ലെ വേറൊന്നും ഇത് ചെയ്തിട്ടില്ല, അവർ കാണിച്ചിട്ടുമില്ല. പക്ഷെ അനു ഈ വാദിക്കുന്നത് ഇത് കണ്ട് എന്ന രീതിയിലാണ്. ആദ്യം കിസ് ചെയ്തെന്ന് കണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിന്ന് കണ്ടെന്ന് പറയുന്നു, പിന്നെ അത് ഒന്നും തോന്നലാന്ന് പറയുന്നു. അല്ല, അപ്പൊ ജിഷൻ പറയുന്നത് നമ്മളെ കാണിച്ചിട്ടില്ല. അപ്പൊ ഉടനെ അക്ബർ എണീറ്റ് ചോദിച്ചു, അങ്ങനെ ഊഹാപോഹം പറയാൻ ഇവിടെ പറ്റൂല, നിങ്ങളെ കാണിച്ചിട്ടില്ലാത്ത ഒരു കാര്യം നിങ്ങൾക്ക് ഊഹിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ. അതിന് മുന്നേ കിസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് കഴിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും നിങ്ങളെ കാണിച്ചെന്ന് ഊഹിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ജിഷിന്റെ പ്രസ്ഥാനം അവിടെ ഉള്ളവർക്കെല്ലാം ഒരു ഡൗട്ട് ഉണ്ടാക്കി കേട്ടോ. ഈ ജിഷിൻ ഇങ്ങനെ വെളിയിൽ നിന്ന് വന്ന ഒരാളാണ്, ഇങ്ങനെ കണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവിടെ ഉള്ളവരെന്ത് ചിന്തിക്കുന്നത്, ഇവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി, അത് ക്യാമറയിൽ പോയി വെളിയിൽ ആരൊക്കെയോ കണ്ട്, അപ്പൊ അവർക്ക് അവിടെ അങ്ങ് ആകെ ഡൗട്ടായി പോയി. അപ്പൊ ഇവരെന്ത് ചെയ്ത് അനുവിന്റെ സൈഡിൽ നിൽക്കുന്നില്ല, മറ്റവരുടെ സൈഡിൽ നിൽക്കുന്നത്, രണ്ടിടത്ത് നിന്നൊക്കെ സംസാരിക്കുക. എന്താണ് ജിഷൻ കാണിച്ചു കൂട്ടുന്നത് അവിടെ? എന്തൊരു ഷോയാണ്, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഒരു കാര്യം സംസാരിക്കുന്നു, അത് സംസാരിക്കാനുള്ള ഒരു ഇതുപോലും കൊടുക്കുന്നില്ല, ചാടി കയറുന്നു, പിടിക്കുന്നു, എന്തൊക്കെയാണ് ആര്യനുമായിട്ടൊക്കെ. അത് അറ്റ്ലീസ്റ്റ് അയാൾ ആ വിഷമിച്ചിരിക്കുന്ന സമയമല്ലേ. അതേപോലെ തന്നെ വീട്ടിലുള്ളവർ പറയുന്ന വേറൊരു കാര്യമാണ്, ആര്യനും ഗിസയിലും ഇത് പറഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവുന്നുണ്ടെന്ന്. അതിന്റെ അർത്ഥം അവരിത് ചെയ്ത് കാണും, അതുകൊണ്ടാണ് ടെൻസ്ഡ് ആവുന്നതെന്ന്. ഞാനൊരു കാര്യം നിങ്ങളോടൊക്കെ ചോദിക്കട്ടെ, ഇത് പ്രേക്ഷകർ മൊത്തം കാണുന്ന ഒരു ഷോ ആണ്, ഇതെന്തായാലും ടെലികാസ്റ്റ് ചെയ്യും എന്നുള്ളത് ഇവർക്കറിയാം, കാരണം ഇത്രയും ഭൂകമ്പം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഇത്. അപ്പൊ നാളത്തെ എപ്പിസോഡിൽ ഇത് കാണിക്കും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. മാത്രല്ല ഇവരുടെ ഫാമിലി ഇല്ലേടാ, ഇവരുടെ ഫാമിലി ഇപ്പൊ ആര്യനാണെങ്കിലും ജിഷേലിനാണെങ്കിലും ഒരു ഫാമിലി ഉള്ളതാ പുറത്ത്. അവര് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. മാത്രല്ല കുറെ PR ഏൽപ്പിച്ചിട്ട് കുറെ എണ്ണം അതിനകത്ത് പോയി നിൽപ്പുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം കിട്ടുമ്പോ ഈ PR ടീംസ് ഒക്കെ ഇതങ്ങോട്ട് പൊക്കി വലിച്ചു മറിച്ച് ഒരു കൊലുപ്പ് ചെയ്ത രീതിയിൽ കൊണ്ടുവരും എന്നുള്ളത് അറിയാത്ത ആളല്ല ഈ ഗിസയിൽ. കാരണം ഓൾറെഡി ആളൊരു ബിഗ് ബോസിൽ പോയിട്ട് വന്നുള്ള ആളാണ്. അപ്പൊ ഇവർക്ക് വിഷമം വരത്തില്ലേ? അല്ല, ആദിലും നൂറേം തമ്മിൽ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഈ ടെൻഷൻ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലായി. അല്ല, തിരിച്ചാ പറഞ്ഞതെങ്കിലോ ഇവരെയാ പറഞ്ഞെങ്കിലോ എന്തായാലും പൊട്ടിത്തെറിക്കും. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഈ ജിഷിന്റെ ഈ പ്രസ്ഥാനം എല്ലാവരും ഒരു ഡൗട്ട് വരുത്തും, അത് ഉറപ്പിക്കാൻ ഇതേ പറ്റും. അല്ല, ഈ വന്ന വയൽക്കാട് മൊത്തം അനുവിനെ സപ്പോർട്ടാണ്. എന്താണ് വോട്ടിട്ടെന്ന് പ്രതീക്ഷ? അതെന്തോന്ന് അറിയത്തില്ല. ഇവര് എന്ത് കണ്ടിട്ട്, വെളിയിൽ നിന്ന് എന്ത് കണ്ടിട്ടാ ഇവര് ഈ ഇത് പറയുന്ന അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നില്ല. അനു തറപ്പിച്ച് തന്നെ പറയാ കണ്ടെന്നുള്ളത്. നമ്മളാരും കണ്ടിട്ടില്ല. നിങ്ങൾ ഇതുപോലെ പല വീഡിയോസും നിങ്ങൾ ലൈവ് ഒക്കെ കണ്ടാണെന്ന് ഞങ്ങൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കമന്റ്സിലൂടെ. പിന്നെ അതേപോലെ തന്നെ അനുവിന്റെ ഈ പ്രസ്ഥാനം വളരെ ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാര്യം അവർക്ക് ലൈഫ് ഉണ്ട് വെളിയിൽ. അവനാണെങ്കിൽ ആ പയ്യനാണെങ്കിൽ 23 വയസ്സ്, 23 വയസ്സേ ഉള്ളൂ ആ പയ്യന്. ഗീസറിലാണെങ്കിൽ 32-33 വയസ്സ്, 6-7 വയസ്സിന് വ്യത്യാസം ഉണ്ട് അവര് തമ്മിൽ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുവരെ, ഞങ്ങൾ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആളാണ്, ഞങ്ങൾ ലൈവ് ആണെങ്കിലും ഞങ്ങൾ TV ഷോ ആണെങ്കിലും കണ്ടിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ അവര് തമ്മിൽ അങ്ങനെ അവര് തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ്, നല്ല രീതിയിലാണ് അവർ ഇടപെടുന്നത്. പക്ഷെ അവര് തമ്മിൽ വേറൊരു രീതിയിലുള്ള ഒരു ടോക്കോ ഒരു ഇരുത്തം പോലും, അല്ലെ, ഒരു നോട്ടത്തിൽ പോലും ഒരു ബാഡ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ബിഗ് ബോസിലെ പല സീസണിലും നമ്മൾ മലയാളത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്, ആണും പെണ്ണും ഒക്കെ ഒരുമിച്ച് കിടക്കുന്നതും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അവര് തലകുത്തി മറിയുന്നതും എല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ തമിഴിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും കേസ് ചെയ്യുന്ന സീനൊക്കെ നമ്മൾ ബിഗ് ബോസിലും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഇത്ര ഈ ബ്ലാങ്കറ്റിന് അടിയിൽ ഇമാതിരിയൊക്കെ ചിന്തിക്കാൻ അല്ല, എന്താ സംഭവം എന്നറിയാവോ? ഇന്നലെ അനുവിന് ഓൾറെഡി ഇവരെന്ത് ചെയ്യുന്നെന്ന് നോക്കി നടക്കുക, ആര്യനും ഗിസയിലും. അപ്പോഴത്തേക്ക് ഇന്നലെ വന്ന് മസ്താനി ഓൾറെഡി അങ്ങ് പറഞ്ഞു ഇവര് തമ്മില് പൊതുപ്പിനടിയിൽ എന്തോ സംഭവം നടക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ അനുവിനങ്ങ് കേറി. അപ്പൊ വിചാരിച്ചു ആള് ഇത് പുറത്തെടുത്തിട്ട് കഴിഞ്ഞാൽ വലിയ മാസം ആവൂന്ന് കരുതിയിട്ട് ആൾ ഇന്ന് അതങ്ങ് എടുത്ത് എറിഞ്ഞതാണ്. ഓൾറെഡി ആര്യന്റെ ഇതും വെച്ചിട്ട് ഗിസയിലും കുത്തുന്നുണ്ട്, ലവ്
ലവ് ട്രാക്ക് പിടിക്കുന്നത്, അപ്പൊ തിരിച്ച് വലിയ ഗെയിം കളിക്കുക. ഇതൊക്കെ ചീപ്പ് ഗെയിമാണ്, വെറും ചീപ്പ് ഗെയിമാണ്. വെറും ചീപ്പ് മാത്രമല്ല, ഇത് തിരിച്ച് അനുവിനെ ആരും ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ? അനു ആണെങ്കിലും ആദിൽ നൂറ് ആണെങ്കിലും ആരാണെങ്കിലും ഇത് തിരിച്ചു പറയുമ്പോ എങ്ങനെയാ? ഓൾറെഡി ശൈത്യയും അതായത് ആദ്യ ദിവസം ഇവരെന്തോ പ്രേതകഥ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഷീറ്റ് മൂടിയിരുന്ന പറഞ്ഞ അവിടെ ശൈത്യം ഉണ്ടായിരുന്നു, നൂറ് നമ്മുടെ റെന ഫാത്തിമ ഉണ്ടായിരുന്നു. ഇവരും എന്റെ കൂടെ ഒക്കെ കിടന്നിട്ടുണ്ട്. ഇവര് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാറുണ്ട്. ഇപ്പൊ അനുവും ശൈത്യം കിടക്കുന്ന നമ്മൾ വേറൊരാൾ എന്നിട്ട് നിങ്ങള് പുതപ്പിന്റെ അടിയിൽ എന്തായാലും പരിപാടിയാണെന്ന് പറഞ്ഞു ഞാൻ എങ്ങനെ ഇരിക്കും? എന്തായാലും അനു എന്താണോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ, വെറും ഒരു രണ്ടുപേരുടെ ലൈഫ് വെച്ചിട്ടുള്ള ഒരു കളിയായി പോയി. അല്ല, അത് മാത്രമല്ല, അനുവിന്റെ പല സംസാരമാണെങ്കിലും ഭയങ്കര മോശമായിട്ടുള്ള സംസാരം. നമ്മളൊക്കെ ഓൾറെഡി പറയും, നമ്മളൊക്കെ നാട്ടിലും വിട്ട് ഉൾനാട്ടിലൊക്കെ നമ്മൾ ചില ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതൊക്കെ പറയുമെങ്കിലും പക്ഷെ ഇത്ര എക്സ്ട്രീം പോകുന്നു നമ്മൾ വിചാരിക്കുന്നില്ല. അതുപോലെ ഇത്രയും വലിയൊരു അല്ലേ, എത്രയും ഉദ്ഘാടനവും ഷോയിലും ഒക്കെ പരിചയമുള്ള, സീരിയലൊക്കെ അഭിനയിച്ച് പരിചയമുള്ള, ഇത്ര ഓപ്പൺ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തി. അല്ല, അനു വലിയ കാര്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ലൈഫ് പുറത്ത് ബാധിക്കുമെന്ന് എഴുതിയിട്ട് ഞാൻ പറയാം. ഇപ്പൊ പറയുമ്പോൾ ലൈഫിനെ ബാധിക്കുന്നില്ല. ഈ പറഞ്ഞ ഡയലോഗ് അടിച്ചിട്ട് ഈ മാതിരി പറയുന്നത്, അമ്മയെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് അമ്മയെ പറഞ്ഞെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പൊട്ടിത്തെറിക്കുക ആൾക്കാര്. അത് പൊട്ടിത്തെറിക്കാതെ കേട്ടോണ്ടിരിക്കുവോ? ചെറിയൊരു കാര്യം പറയാം, അനുമോൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്. അപ്പൊ പിന്നെ ഇവര് ഇമാതിരി കാര്യങ്ങൾ പറയുമ്പോ പിന്നെ ചില്ലറ കാര്യം. ഈ വന്ന വഴിക്കാരൊക്കെ അവിടെ എന്താ ചെയ്യണേ? ഞാൻ വെച്ച ലക്ഷ്മിയൊക്കെ കുറച്ച് ഇതായിരിക്കും. ലക്ഷ്മിയൊക്കെ എന്താ കണ്ട പോലെയാണ് അവിടെ പറയുന്നത്. എന്തോ കണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് വീട്ടുകാർ ഫുള്ള് കൺഫ്യൂസ്ഡ് ആണ്. കാരണം വന്നവര് കണ്ടിട്ടല്ലേ വന്നവർ. അവിടെ ആദിൽ നൂറിൽ നിന്ന് സംസാരിക്കാൻ വരും, ആദില പറയുന്നുണ്ട് അനു കണ്ടെന്ന് പറയുന്നു, പിന്നെ കണ്ടില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് നമുക്ക് അനു ചെയ്ത് കാണും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ നൂറ് പറയുന്നുണ്ട് അതെങ്ങനെ പറ്റും, ഈ വന്നവരെല്ലാം പറയുന്നുണ്ടല്ലോ, അവര് കണ്ടിട്ടല്ലേ വന്ന്. അപ്പൊ അതാണ്, അതുകൊണ്ട് നമുക്ക് അത് വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. അപ്പാനി ശരത്ത് അനുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യം എന്താ? അപ്പാനി ശരത്ത് അനുവിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആലോചിച്ച് നോക്കുക. അത്രയ്ക്ക് കൺഫ്യൂസ്ഡ് അല്ല. എന്നിട്ട് അപ്പാനി വന്നിട്ട് അത് ജിസേലിനോട് പറഞ്ഞു, അത് എനിക്ക് അവിടെ സപ്പോർട്ട് ചെയ്തല്ല, നിങ്ങൾ കടന്ന് പറഞ്ഞുകൊണ്ട് അനുവിന് അത് പറയാൻ പറ്റുന്നില്ല. അനു പറയണം, പറഞ്ഞ ആൾക്കാർ അത് കേൾക്കണം. അത് കേട്ടാലല്ലേ അനു എങ്ങനെയാന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് അപ്പാന് പിന്നെ രണ്ട് സൈഡിൽ നിൽക്കൂലോ. അത് തന്നെ. എന്തായാലും അകത്തുള്ളവരെ കൺഫ്യൂസ് ആക്കിയിട്ടുണ്ട്. കാര്യം അത് ജിഷിന്റെ ഒരു പരിപാടിയാണ്, അവർ കണ്ടു, അത് മസ്താനിയൊക്കെ കണ്ടു എന്ന രീതിയിലാണ് പറയുന്നത്. ആരും അത് വൾക്കാട് വന്നവരാരും എതിർക്കുന്നില്ല. അല്ല, ഇത് ഡെമോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസ്താനിയാണ് അനു വിളിക്കുന്നത്. ഈ ഡെമോ കാണിക്കുന്ന സമയത്ത് അവര് തമ്മിൽ തന്നെ അറിയത്തില്ല ഇന്നലെ നടന്നയാണോ, ഇന്ന് നടന്നയാണോ, എന്ന് നടന്നയാണോ. അപ്പൊ മസ്താനി പറയുന്നു അത് ഇന്നലത്തെ കാര്യം. ഞാൻ പറയാം, ഈ അനു പറയുന്ന ഇല്ല, ഇന്നലെ ഇച്ചിരി ഉള്ളായിരുന്നു, ഇന്നത്തെ ദിവസം ഇത്രയുണ്ടെന്ന്. എന്താണ് അനു? അതുമാത്രമല്ല, എന്തോ ഡെമോ ഒക്കെ കാണിക്കുക, എന്തൊരു വൃത്തിയിട്ട പരിപാടി ഇല്ലേ? ഡെമോ കാണിക്കുക, ആൾക്കാർ പറഞ്ഞാൽ തന്നെ ഡെമോ കാണിക്കുക, ഉത്സാഹം കാണിക്കാൻ. അല്ല, ദീക്ഷന്റെ അടുത്തൊക്കെ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ കേൾക്കാൻ പോലും നിൽക്കുന്നത്. എന്താണ് ഇതൊക്കെ കണ്ടിട്ടല്ലേ പോയത്? കണ്ടിട്ട് പോയതിന്റെ ആണ് ഈ തുള്ളല്. അല്ല, എന്തായാലും ലൈഫ് വെച്ചുള്ള കളിയാണ്. അല്ല, ഒരു കാര്യമേ ഉള്ളൂ, വോട്ട് ഒരാൾക്കേ കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പൊ ഒരാൾക്ക് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാരും കൂടെ ചാടി കയറിയ വോട്ട് ഒരാൾക്കേ കിട്ടത്തുള്ളൂ എന്നുള്ളത് ഓർമ്മ വേണം. മാത്രമല്ല, ഇവരെല്ലാരും കൂടെ ഇന്ന് ഡിസ്കസ് ചെയ്തപ്പോ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ അവിടെ PR ഉള്ളത് അനുവിനും അക്ബറിനും ആണെന്ന്. എന്നിട്ട് അകത്ത് കുറച്ച് PR ആയിട്ട് പോയതാണോ ഇവരും? അത് തന്നെ. അല്ല, ഈ PR ഉള്ളവർക്ക് സപ്പോർട്ട് ചെയ്ത് തന്നെ ആ PR ഉള്ളവര് ഇവരെ സപ്പോർട്ട് ചെയ്യത്തില്ല, അനുവിനെ സപ്പോർട്ട്. അതെ, ഞങ്ങൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ ജിസേലിന്റെയും ആര്യന്റെയും കൂടെ. ആര്യൻ ഭയങ്കര ബോറാണ്, ഒന്നും അല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല, ഒരു മര്യാദ ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ ആര്യന്റെയും ജിസേലിന്റെയും കൂടെയാണ്. മാത്രമല്ല, വളരെ ചീപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അനു ചെയ്തത്. വളരെ 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 മോശമാണെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഗെയിമൊക്കെ കളിക്കാം, ഒരു കുറച്ചെങ്കിലും ഒരു എത്തിക്സ് വേണം കളിക്കുന്ന ഒരു ഗെയിമില്. ബിഗ് ബോസിന് ഇങ്ങനെ റേറ്റിംഗ് കൊടുക്കല്ലേ? അല്ല, ഇപ്പൊ കരയുകയും വേണ്ട, എടുക്കുകയും വേണ്ട, ഒച്ചപ്പെടലില്ല, ഭയങ്കര പ്രതികരണമാണല്ലോ. ഇമോഷണൽ ഒന്നും ഇല്ല, ആള് ഇമോഷണലി വീക്കേ അല്ല. അപ്പൊ തന്നെ മനസ്സിലായിക്കോട്ടെ പുള്ളിക്കാരി ഇമോഷണലി വീക്ക് അല്ല. അല്ല, അത് വായിന്ന് വീണായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച തന്നെ. ബിഗ് ബോസിന് എന്റെ അടുത്ത് ഒരു നന്ദിയില്ല, ഞാൻ കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തിട്ടു. അതെ അതെ അതെ. അപ്പൊ കണ്ടന്റിന് വേണ്ടി എന്ത് പരിപാടിയും കാണിക്കുന്ന ഈ പരിപാടി കാണിക്കാതിരിക്കുക. അതുപോലെ ലൈഫ് വെച്ചിട്ട് സ്വന്തം ഇത് നോക്കേണ്ട ഗതികേടിലേക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതൊക്കെ അവരുടെ കാര്യം. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? പബ്ലിക് ആയിട്ടാണോ? അല്ലല്ലോ. അവരവരുടെ ഒരു പേഴ്സണൽ സ്പേസ് കണ്ടെത്തിയിട്ട് പറയുന്നുണ്ട് കേട്ടോ, കറക്റ്റ് ആയിട്ട്. ഇനിയിപ്പോ ഉമ്മ കൊടുത്തെന്നിരിക്കട്ടെ, വേറെ വല്ലതും നടന്നെന്നിരിക്കട്ടെ, അവര് പ്രായപൂർത്തിയായ 2 പേരാണ്. അപ്പൊ അവർക്കറിയാം, അവരുടെ സമ്മതത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഉമ്മ കൊടുത്താലും ഇവിടെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളെ കണ്ടിട്ടില്ല, നമ്മളെ കാണിച്ചിട്ടില്ല. പബ്ലിക്കിൽ വന്നെങ്കിൽ ശരി, നമുക്കത് പറയാം. അല്ല, എതിരഭിപ്രായം പറയാം, ഓപ്പൺ ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ പറയാം. അവര് ഗെയിം കളിക്കാനാണ്, അതൊരു ഗെയിമായിട്ട് എടുക്കുകയും ചെയ്യാം.
പക്ഷെ ഈ കാണാത്ത കാര്യം ഇതിന്റെ അകത്ത് നടന്നു എന്നുള്ളത് ഉറപ്പായിട്ട് അതും പ്രസ്താവന നടത്തുന്നത് ശരിയല്ല കാര്യം. അല്ല പൊതപ്പിന്റെ ഇടയിൽ ഒളിഞ്ഞു നോക്കി ഞാൻ കണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു നാണക്കേടില്ലേ? ഇല്ല, കാണിക്കുക, ഡെമോ കാണിക്കുക ആള്. എനിക്കറിയാം എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് ഇന്ന് എപ്പിസോഡിൽ കാണാം. എന്തായാലും വളരെ ചീപ്പായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഇത്രയും ബിഗ് ബോസിൽ വെച്ചിട്ട് വളരെ ചീപ്പായി പോയി. അല്ലെ, ചീപ്പ് സീസൺ ആയി പോയി കേട്ടോ. ഈ സീസണിൽ തന്നെ റിവ്യൂ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോഴേ പക്ഷെ കഴിഞ്ഞ സീസണിലോ കഴിഞ്ഞ മുമ്പത്തെ സീസണിലൊക്കെയാണ് റിവ്യൂ ചെയ്യാൻ പറ്റുന്നത്. എന്തോരം ക്വാളിറ്റി ഇല്ലാത്ത ഒരു കണ്ടന്റ്സ് ആയി പോയി. കണ്ടന്റ് ആണ് എല്ലാം. എന്നാൽ അവിടെ ഉള്ളവർക്കൊക്കെ നല്ല കാലിബർ ഉള്ളതാ, നന്നായിട്ട് അവർക്ക് ഗെയിം കളിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ഇത് കുറെ പേര് അനുവിനെ സപ്പോർട്ട് ചെയ്തൊക്കെ വരുന്നുണ്ട്. നടക്കട്ടെ, രണ്ടുപേരുടെ ലൈഫ് വെച്ചിട്ടുള്ള ഗെയിമാണ്, നടക്കട്ടെ. മനസ്സിലാവേണ്ടവർക്ക് അത് മനസ്സിലാവും. അതെ തന്നെ, അത് നിങ്ങൾ പ്രോപ്പർ ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക, എന്നിട്ട് സംസാരിക്കുക. അല്ലാതെ ഫേവററ്റിസവും അല്ലെങ്കിൽ ഈ PR വർക്കും കണ്ടിട്ട് ചിന്തിക്കാതിരിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയില് രാത്രി നമുക്ക് റിവ്യൂ ആയിട്ട് കാണാം കേട്ടോ എപ്പിസോഡിന്റെ. ഓക്കെ, ബൈ.